ഈ ഭൂമിയിൽ മനുഷ്യരെ സ്നേഹിക്കുന്ന മനുഷ്യരും അവർ ചാരിറ്റി വർക്കുകൾ ചെയ്തുകൊണ്ട് നിനക്കൊരു വീട് പണിഞ്ഞു തരുന്നു. വീടില്ലാത്ത നിനക്ക് അവനെന്താണ് നോർമൽ ആയിരിക്കുന്ന ഒരു വീട് സൗജന്യമായിട്ട് പണിഞ്ഞു തരികയാണ്. നീ പറയുന്നു ആ സാർ വലിയ നല്ലവനാണ്, അവൻ എനിക്ക് വേണ്ടി ഒരു ഭവനം തന്നല്ലോ എന്ന് നിങ്ങൾ പറയും. തീർച്ചയായിട്ടും നല്ല കാര്യമാണ്, അവൻ നിന്നെ സ്നേഹിച്ചിട്ടത്ര ഇത് ചെയ്യുന്നത്. എന്നാൽ ഞാൻ നിങ്ങളൊരു കാര്യം പറയാതെ ആവശ്യമാണെങ്കിലും പ്രിയപ്പെട്ടവരെ, ഈ തന്ന ഭവനം നാളെ ഇല്ലാതെയായിട്ട് തീരും. അല്ലെങ്കിൽ ആ ഭവനം നശിക്കുന്നില്ല, നീ മരിക്കുകയാണെങ്കിൽ ആ ഭവനം വിട്ട് നീ പോകും. താൽക്കാലികമായിട്ട് ഏതാനും വർഷങ്ങൾക്കകം നീ മരണം വഴിയായിട്ട് വേർപിരിയപ്പെടുമ്പോഴേ ഈ ഭൂമി വിട്ട് ഈ ഭവനം വിട്ട് നീ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. എന്നാൽ അതിനുശേഷമായിരിക്കുന്ന നിത്യമായിരിക്കുന്ന ജീവിതത്തിലും കോടാനുകോടി വർഷം കഴിഞ്ഞാലും തീരാത്ത നിത്യവാസത്തിനായിട്ട് നിനക്കൊരു ഭവനം കണ്ടു തരുവാൻ അവർക്ക് കഴിയത്തുമില്ല. എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന എന്താണ്? നിനക്ക് വേണ്ടി ഒരു നിത്യഭവനം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരികയാണ്. അത് ഞങ്ങൾ പണിഞ്ഞതല്ല, ദൈവം തന്നെ ശില്പിയായിട്ട് നിർമ്മിച്ചതും അടിസ്ഥാനം വിട്ടതുമായിരിക്കുന്ന ഒരു നിത്യഭവനം പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നു. ആ ഭവനം പോയി സൗജന്യമായിട്ട് നിങ്ങൾ സ്വന്തമാക്കിക്കൊള്ളുവിന്. അതിനുവേണ്ടി നിങ്ങൾ പണച്ചെലവില്ല, ഗവൺമെന്റ് ഓഫീസുകൾ നിങ്ങൾ കയറി ഇറങ്ങേണ്ട കാര്യമില്ല, മതപുരോഹിതന്മാരുടെ പൊള്ളയായിരിക്കുന്ന ഉപദേശങ്ങൾ കേട്ട് നിങ്ങളുടെ പണവും സമയം കളയണ്ട. പ്രവാചകൻ പറഞ്ഞതുപോലെ അപ്പമല്ലാത്തതിന് ദ്രവ്യവും നിങ്ങൾക്ക് തൃപ്തി വരുത്താൻ കഴിയാത്തതിന് നിങ്ങളുടെ പ്രയത്നബലവും ചെലവിടേണ്ടതായിട്ടുമില്ല. അത് സൗജന്യമാണ്. പക്ഷെ ഒരു വ്യവസ്ഥ മാത്രം, തന്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ആ സ്വർഗീയ ഭവനം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ആ സ്വർഗീയ ഭവനം നിലനിൽക്കുന്ന ഭവനമാണ്, അതിന് അവസാനമില്ല, അത് നിങ്ങളുടെ സ്വന്തമാണ്. അത് കയ്യേറി നശിപ്പിക്കുവാൻ ആരും വരികയില്ല എന്നേക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറിവിന്റെ അനുഭവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ സൂര്യൻ ഇല്ലാതെയായിട്ട് തീർന്ന പിന്നെ കാലവും സമയവും ഇല്ലെങ്കിലും നമുക്ക് പറയുവാന് മനസ്സിലാക്കുന്ന രീതി പറയുന്നു, എത്ര കോടി വർഷം കഴിഞ്ഞാലും ആ ഭവനം നിനക്ക് സ്വന്തമാണ്. അവിടെ എന്താണ്? ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്, അവിടെ സന്തോഷത്തിന്റെ പൂർണ്ണതയുണ്ട്. കോടാനുകോടി ദൈവദൂതന്മാരും മുമ്പേ പോയതും ഇപ്പോഴുമായിരിക്കുന്ന വിശുദ്ധന്മാരോട് ചേർന്ന് നല്ല കൂട്ടായ്മയുണ്ട്. അവിടെ രോഗമില്ല, കണ്ണുനീരില്ല, അവിടെ പാപമില്ല, അവിടെ നിലവിളിയില്ല, അവിടെ മറ്റു വിധമായിരിക്കുന്ന നമ്മൾ ലോകത്തിൽ കാണുന്ന പോലുള്ള വേദനാജനകമായിരിക്കുന്ന അനുഭവങ്ങളില്ല. എല്ലായ്പ്പോഴും സന്തോഷിക്കുന്ന പിതാവായ ദൈവത്തോടും പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനോടും കൂടെ പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുന്ന നിത്യവാസമാണ്. ആ മനോഹരമായിരിക്കുന്ന ഭവനം സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു.